ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അന്വേഷണം അട്ടിമറിച്ച സർക്കാർ. വേടനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്ന പോലീസ്. തൃക്കാക്കര ASPയുടെ നേതൃത്വത്തിലുള്ള ടീം വേടനെ തേടി കേരളത്തിന് പുറത്തേക്ക് പോകില്ല. ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ടതോടെയാണ് അന്വേഷണ സംഘം നിഷ്ക്രിയമായത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ ബലാത്സംഗ ആരോപണം വന്നപ്പോൾ മുതൽ തന്നെ അത് റാപ്പർ വേടന് ചോർത്തി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി ഒളിവിൽ പോയത് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്? രോഹിണി, സംസ്ഥാന സർക്കാർ പൂർണ്ണമായും വേടനെതിരായ ബലാത്സംഗ കേസ് അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് 2 അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചു എന്നെല്ലാം പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ 2 അന്വേഷണ സംഘങ്ങളും കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടി പരാതി നൽകിയത് തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിലാണ്. യുവതി പരാതി നൽകിയിരുന്നത് തൃക്കാക്കര സ്റ്റേഷനിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇവിടെയുള്ള ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയോ അവരുടെ സംഘം അന്വേഷണം ഇവിടെയും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണത്തിന് പോയിട്ടുമില്ല. അന്വേഷണ സംഘം തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ 2 അന്വേഷണ സംഘങ്ങളും പൂർണ്ണമായും തന്നെ നിർജീവമായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താതിരിക്കുന്നു. കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്ക്, ഒരു നടപടി എന്ന നിലയ്ക്ക് മാത്രമാണ് ഇത്തരത്തിൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ പുറത്തിറക്കിയതിനപ്പുറം, കാരണം വേടൻ വിദേശത്തേക്ക് കടക്കുകയാണെങ്കിൽ, ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ അത് വലിയ ഒരു തിരിച്ചടിയും മാനക്കേടുമായി അന്വേഷണ സംഘത്തിന് മാറും എന്നതുകൊണ്ട് മാത്രം രാജ്യത്തിന് വെളിയിലേക്ക് പോകാതിരിക്കുക എന്നത് മാത്രമാണ് പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ വേടനെ കണ്ടുപിടിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, 2 അന്വേഷണ സംഘങ്ങളെയും പൂർണ്ണമായും തന്നെ നിർജീവമാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിലെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നേരത്തെ ഈ പെൺകുട്ടി പരാതി നൽകിയ ഘട്ടത്തിൽ തന്നെ വേടന് വിവരങ്ങൾ ചോർന്നു കിട്ടിയിരുന്നു. അത്തരത്തിലുള്ള സംശയങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. കാരണം വൈകുന്നേരം പെൺകുട്ടി പരാതി നൽകുന്നു, അടുത്ത ദിവസം പുലർച്ചെ ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്നു. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ വേടൻ ഒളിവിൽ പോയിട്ടുണ്ട്. കൃത്യമായ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് വേടൻ മാറിയിട്ടുമുണ്ട്. രോഹിണി, ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.